ആർഡിയോ ഞാൻ ഇത് നേരെ വന്നത് പൊളിക്കാൻ കണക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതെങ്ങനെ പൊളിക്കും? ഇപ്പൊ എന്ന് പറയുമ്പോൾ ആർ ഡിക്ക് അല്ലെങ്കിൽ മകനോട് അല്ലെങ്കിൽ ഭാര്യയോട് ചോദിക്കാമായിരുന്നു. ഇതൊന്നും ചോദിക്കാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനായിട്ട് അത് പൊളിക്കാനായിട്ട് പോയത് തെറ്റ് തന്നെയാണ്. എന്ത് കാരണമെന്ന് പോലും ആർ ഡി അന്വേഷിച്ചിട്ടില്ല. മക്കളോടോ അമ്മയോടോ പോലും ഇത് അന്വേഷിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കളക്ടർ ഇവിടെ വന്നായിരുന്നു, സബ് കളക്ടർ വന്നായിരുന്നു. സബ് കളക്ടർ പോലും ഇവിടെ എന്താ പ്രശ്നമാണ്, ഈ ഒരു ശിവൻ കോവിലാണ്. അപ്പോൾ ഒരു ഹിന്ദുവിന്റെ ഒരു അമ്പലമാണ്. അപ്പോൾ ഈ അമ്പലത്ത് ഒരു സമാധി പ്രശ്നത്തെക്കുറിച്ച് ഈ സമാധി ചടങ്ങിനെ കുറിച്ചുള്ള ഈ പ്രശ്നം വെച്ചിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് കളക്ടർ മകനായ എന്നോടോ അനിയനോടോ എൻ്റെ അമ്മയോടോ ചോദിച്ചിട്ടില്ല. അത് ചോദിക്കാത്തത് കളക്ടർ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ്. അത് ചോദിക്കാമായിരുന്നു, ചോദിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കളക്ടർ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പരാതി എഴുതി തരാനായിട്ട്. അപ്പൊ പരാതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ അച്ഛൻ സമാധി ആയതിൽ നമുക്ക് പരാതിയില്ല. കാര്യം നമുക്ക് പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എല്ലാവരും കൂടെ വന്ന് നമ്മുടെ ക്ഷേത്രത്തെ അതിക്രമിച്ചു. എന്താണ് ഏതാണെന്നൊന്നും അറിഞ്ഞുകൂടാതെ ഞങ്ങളെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലും മുഖത്തിൽ പരിചയമില്ലാത്ത ആൾക്കാരാണ് ക്ഷേത്രത്തിൽ വന്ന് അതിക്രമിച്ച് കയറിയത്. ഈ മുസ്ലിം ആണെന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്കറിയാം. അവരുടെ സംസാരവും അവരുടെ വസ്ത്രധാരണവും ഇതെല്ലാം കണ്ടാൽ കറക്റ്റായിട്ട് നമുക്കറിയാം. അതങ്ങനെ ഒരു ശരിയല്ലാത്ത ഒരു പരിപാടിയാണ്. കാര്യം അവരവരുടെ മതത്തെ അവർ വിശ്വസിക്കുക. ഇപ്പോൾ മുസ്ലിം ആണെങ്കിൽ അവരെ മതത്തെ വിശ്വസിക്കുക, ഈ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ മതത്തിൽ വിശ്വസിക്കുക, ഹിന്ദു ആണെങ്കിൽ അവരുടെ മതത്തിൽ വിശ്വസിക്കുക. ഈ ഹിന്ദു ആയാലും മറ്റുള്ള മതക്കാരെ കുറ്റങ്ങളും പറയാനോ ഓരോ പ്രശ്നത്തിനോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അവരോരോ മതത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ നന്മയാണ് ഹിന്ദുത്വത്തില് നല്ലത്, എല്ലാ മതക്കാർക്കും. കാര്യം നന്മയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അതാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ ഡി ഞങ്ങളുടെ അവിടെ ഇത് കളക്ടർ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. കളക്ടർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കുന്നില്ല. അവരേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. പൊളിക്കും എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ പൊളിക്കാൻ പറ്റില്ലെന്നാണ്. അങ്ങനെ അവർ അരമണിക്കൂർ സംസാരിച്ചു. എന്നിട്ട് പൊളിക്കും എന്നുള്ളൊരു വാക്കുകളല്ലാതെ വേറൊന്നും പറയാനില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാർ അത് അവർ പറഞ്ഞു ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്, ഹൈക്കോടതി വരെ പോയാൽ ഏതൊരു സമയത്തായാലും അത് പൊളിക്കുമെന്ന് പറഞ്ഞു. കാര്യം അപ്പോൾ ഞാൻ കളക്ടറുടെ അടുത്ത് ചോദിച്ചു, സാറിപ്പോ എൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണം. ഞങ്ങളിപ്പോ സ്റ്റേഷനിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സമാധാനപരമായി പോകുന്ന ഈ ശിവന്റെ അമ്പലത്തില് എൻ്റെ അച്ഛൻ സമാധിയായി. ഈ സമാധി ആയതിനെ തുടർന്ന് എന്താണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള കാരണം? അതും അന്യമതസ്കാരാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് അടിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സാർ ഇതുവരെയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഞാൻ കളക്ടറുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു, സാർ ഇതുവരെയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് സാർ ചോദിക്കാത്തതെന്ന് ചോദിച്ചു. കളക്ടർ ഒരു അക്ഷരം മിണ്ടുന്നില്ല, സബ് കളക്ടർ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതിലെനിക്ക് നമുക്ക് വിഷമമുണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ ഒരാൾ ഇവിടെ വരുമോ? ഇല്ലല്ലോ. അപ്പൊ എനിക്കിതിൽ നല്ല ഒരു ബോധ്യമുണ്ട്. ഈ നാഗരുടെ കാവിന്റെ അടുത്ത് ഒരു മുസ്ലിമിന്റെ ഒരു വസ്തു ഉണ്ട്. ആ വസ്തുവിന്റെ ഉടൻ ഞങ്ങളുടെ നാഗർ കാവിനെ തച്ചുടയ്ക്കാനായിട്ട് ശ്രമിച്ചു. അവരുടെ ബന്ധുക്കളാണ് ഞങ്ങളുടെ ക്ഷേത്രത്തെ അതിക്രമിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒരു മാറ്റവുമില്ല. ഇത് സമാധാനപരമായിട്ട് പോകേണ്ട കാര്യമായിരുന്നു. അതിനെ ഇപ്പോ എന്താ പറയാ, മാനസികമായിട്ട് തളർത്തിയിടുകയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിന്ദു ധർമ്മത്തെ മുറിവേൽപ്പിക്കുകയാണ് അവർ ചെയ്തത്. ഇപ്പം പല ആൾക്കാരുടെ പ്രതികരണം എടുത്തപ്പോഴും താങ്കളുടെ അച്ഛൻ സാമിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നല്ല അഭിപ്രായമാണ് പറയുന്നത്. മരിക്കുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാവരുടെ ഇടപെടലും സാമി എന്ന രീതിയിലും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. ഈ ഒരു വിഷയം വന്നപ്പം മാത്രമാണ് നിങ്ങൾ ചെയ്ത ഈ ആരെയും അറിയിക്കാതെ ചെയ്ത ഒരു കൃത്യം, അതിനെയാണ് എല്ലാവരും വിമർശിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ തീർത്തോട്ടെ. ഞാൻ ചോദിക്കുന്നതിന് ഓരോ പോയിന്റ് അതിന്റെ കൂടെ തന്നെയാണ്. അപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സമാധിനെ പറ്റിയുള്ള അറിവ് കൂടുതലുള്ളത് കൊണ്ടോ ജനങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഒരു ചർച്ച നടക്കുന്നത്? ജനങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. കാര്യം ഇത് ശരിക്കും സമാധിയെ കുറിച്ച് പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. കാര്യം സമാധി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ശിഷ്യന്മാര്, എത്രയോ നല്ല സത്യസന്ധമായിട്ടുള്ള ശിഷ്യന്മാരിൽ ഒരാളോട് മാത്രം പറയും. അവരാണ് ആ സമാധി കർമ്മങ്ങൾ ചെയ്യാനുള്ളത്.
അത് 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 കറക്റ്റാണ്. അത് എൻ്റെ അനുജൻ പൂജാവിധികളും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. പുതുമന നമ്പൂതിരിയുടെ അടുത്ത് നിന്നാണ് പഠിച്ചിട്ടുള്ളത്. സൂര്യ ടി വിയിൽ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്നാണ് പഠിച്ചിട്ടുള്ളത് അനിയൻ. അപ്പോൾ എനിക്ക് പൂജാവിധി കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ എനിക്കറിയില്ല, അനിയനറിയാം. അച്ഛനും അനിയനാണ് പോറ്റി. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതില് പിന്നെന്താ പറയാ, അറിവില്ലായ്മ കൊണ്ട്. ഇതിപ്പോ എന്ന് പറയുമ്പോൾ ശരിക്കും സമാധിയെക്കുറിച്ച് അറിയേണ്ട ആൾക്കാർ ഒരുപാടുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നാലേ അന്തരീക്ഷത്തിൽ ഇത് ഒരുപാട് പഠിക്കാനുണ്ട് ഈ സമാധിയെക്കുറിച്ച്. വേറെ ചോദിക്കണം. ഇതിപ്പോ അച്ഛൻ ഞാൻ ഒരു മിനിറ്റ്, അച്ഛൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, മക്കളെ നമ്മുടെ ചുറ്റും ശത്രുക്കൾ കാണും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ സമാധി ആവുന്ന സമയത്ത് ഞാൻ സമാധി ആകുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരാണ്, മക്കളായ നിങ്ങൾ രണ്ടുപേരാണ് കർമ്മം ചെയ്യാനുള്ളത്. അതിൽ മറ്റൊരാളും അറിയിക്കേണ്ട. കർമ്മം കഴിഞ്ഞ എൻ്റെ സമാധി കർമ്മങ്ങളും ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അറിയിക്കുകയോ അറിയിക്കാതിരിക്കുകയോ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ അത് അച്ഛന്റെ കർമ്മം മക്കൾ നിറവേറ്റി എന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം, ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയത് നമ്മുടെ ഈ ഏരിയ ബേസിലുള്ള ആളല്ല. കാര്യം ഇതില് നമ്മുടെ വീടിന്റെ തൊട്ട് പക്കലുള്ള വിശംബരൻ എന്ന് പറഞ്ഞ ഒരാള് മാത്രമാണ് ഞങ്ങളുടെ വീടിനെ കുറിച്ച്, ഞങ്ങളുടെ അച്ഛനെയും ഞങ്ങളുടെ ഈ ക്ഷേത്രത്തെ കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങള് പറഞ്ഞിട്ടുള്ളത്. കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിന്റെ കിഴക്ക് സൈഡിലുള്ള ഒരു വീട്ടിലുള്ള ഒരാളാണ് വിശംബരൻ എന്ന് പറയും. അവരാണ് ഞങ്ങളുടെ ബന്ധു എന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞ് കേസ് കൊണ്ട് കൊടുത്തത്. ഒരു കുടുംബത്തെ നശിപ്പിക്കാനായിട്ട്, ഒരു വിശംബരൻ എന്ന് പറഞ്ഞ ഒരാളാണ് കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് അവിടെ കൊണ്ട് കേസ് കൊണ്ട് കൊടുത്തത്. എവിടെ? ഞങ്ങളുടെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട്, ഈ ബന്ധുവാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ കേസ് കൊണ്ട് കൊടുത്തത്. അപ്പൊ ഞാൻ അവിടെ പോയിരുന്ന സമയത്ത്, കളക്ടറൊക്കെ അവിടെ ഇരുന്ന സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു, സാർ ഞാൻ ചോദിച്ചായിരുന്നു, സാറ് ഞങ്ങളുടെ ഒരു ബന്ധു കംപ്ലൈന്റ് തന്നല്ലോ, ആ ബന്ധുവിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ അന്ന് DGP ആയിരുന്നു എന്ന് തോന്നിയിരുന്നത്. അപ്പോഴാണ് പറഞ്ഞത് വിശംബരൻ എന്നാണ് പറഞ്ഞത് പേര്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ബന്ധുക്കളല്ല, ഞങ്ങളുടെ അയൽവാസിയാണ്, ഇത് ഞങ്ങളുടെ ജാതി പോലും അല്ല അങ്ങേര്. പിന്നെ അയാളപ്പോൾ എഴുതി കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത എൻ്റെ അച്ഛനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആണ് എന്ന് പറഞ്ഞാൽ അയാളെ ഞങ്ങൾക്ക് ശത്രുവാകാനായിട്ടുള്ള കാര്യം ഞാൻ ഇനി പറഞ്ഞു തരാം. അതായത് അയാൾക്ക് നമ്മുടെ ക്ഷേത്രത്തിന്റെ അതിലെ അച്ഛൻ ധ്യാനത്തിനിരിക്കുന്ന ഇപ്പൊ സമാധിയാണ്. പണ്ട് ആ ധ്യാനപീഠം, ഋഷിപീഠത്തിലായിരുന്നു അച്ഛൻ ധ്യാനം ഇരിക്കണം, ആലിന്റെ മൂട്ടിൽ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കുറെ വസ്തുക്കളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അപ്പൊ അതുകൊണ്ട് ഇതിലെ കൂടെ റോഡ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ റോഡ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വേണമെങ്കിൽ വേറെ സൈഡിൽ കൂടെ തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല, അയാൾക്ക് അവിടെ കൂടെ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങനെ കൊടുക്കില്ല, നമ്മൾ വേണമെങ്കിൽ വേറെ സൈഡിൽ കൂടെ വേണമെങ്കിൽ വിട്ടു തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്തു? മെമ്പർ അജിതയെ വിളിച്ചോണ്ട് വന്ന സമയത്ത് അപ്പൊ അച്ഛൻ പറഞ്ഞു, മെമ്പറെ, ഇതെനിക്കിരുന്ന് സമാധാനപരമായിട്ട് എനിക്കിരുന്ന് ധ്യാനിക്കാനുള്ള ഒരു എൻ്റെ ഋഷിപീഠമാണ്. എനിക്കിനി എൻ്റെ ഈ വയസ്സാം കാലത്ത് എനിക്ക് സമാധിയാവാനുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സ്ഥലവും ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വരരുതെന്ന് മെമ്പറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ. സമാധി എനിക്ക് ആവാനുള്ള സ്ഥലമാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത് വന്നാലും അത് പൊളിക്കാൻ സമ്മതിക്കില്ല എന്നാണോ, അല്ലെങ്കിൽ നിയമപരമായി എന്താണ് നേരിടാന്നാണോ? ഇപ്പോ എന്ന് പറയുമ്പോൾ ഇതിപ്പോ എനിക്കൊന്നും പറയാനാവില്ല. കാര്യം എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഹിന്ദു ഐക്യവേദി ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് സഹകരണത്തിന് വന്നത്. ഇപ്പൊ അവര് നല്ല രീതിയിൽ തന്നെയാണ് അതിൽ മുന്നേറ്റം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഹിന്ദു ഐക്യവേദി ഒരു തീരുമാനം എടുക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നിയമപരമായി സർക്കാരിന്റെ സൈഡിൽ അതാണ് സാർ, സർക്കാരിന്റെ സൈഡിലെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാറേ, ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ കളക്ടർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് എന്താണ് മക്കളുടെ അടുത്ത് ചോദിക്കാറുണ്ടല്ലോ, ഈ സമാധാനപരമായിട്ട് പോകുന്ന ഒരു അമ്പലം, സമാധിയുള്ള ഈ സമാധി സ്ഥലത്ത് എന്താണ് ഇത്ര പ്രശ്നം നടക്കാനുള്ള കാരണമെന്ന് കളക്ടറും RDയും ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ?
അപ്പം ഞങ്ങൾ എന്താ പറയുക, ഹിന്ദു ഐക്യവേദി ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതായത് സ്വാമി ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല എന്ന തരത്തിലുള്ള ഒരു സംശയങ്ങൾ പലരും പറയുന്നുണ്ട്. ഇങ്ങനെ സ്വാമി ഇതിൻ്റെ അകത്തുണ്ടോ, മക്കൾ കള്ളത്തരം പറയുന്നതാണ്, സ്വാമി ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് തന്നെ അറിയില്ല എന്നുള്ളത് സത്യമാണോ എന്ന് വരെ പറയുന്നുണ്ട്. ഇവരത് എന്താണ് താങ്കൾ ഞാൻ ഇനി പറഞ്ഞു തരാം. ഇപ്പൊ നമ്മുടെ കേരളം ഇന്ത്യ പുരോഗമിച്ചല്ലോ. അപ്പൊ അവർക്കറിയാലോ ഇതിനകത്ത് സ്കാനർ ആളുണ്ടോ ഇല്ലെന്ന്. സ്കാനർ വെച്ച് ആള് മിസ്സിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആള് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഈ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ ഇവർ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. ആള് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആള് ഇതിനകത്ത് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് സ്കാനർ വെച്ച് നോക്കിക്കൂടെ. ഇല്ലെങ്കിൽ അതിന് എന്തുമാത്രം പോകുംവഴികളുണ്ട്. ചെറിയൊരു ഡ്രില്ല് ചെയ്താൽ പോരെ. ഡ്രില്ല് ചെയ്ത് അതിനകത്ത് ഒരാളുണ്ടെന്ന് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് എടുത്തുകൂടായിരുന്നോ? ആള് മിസ്സിംഗ് അല്ലേ? ആള് മിസ്സിംഗ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ആള് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്തുകൂടെ? ഞങ്ങൾ അത് പറഞ്ഞായിരുന്നു, അവർക്ക് താല്പര്യമില്ല. അവസാനം ഒരു കാര്യം കൂടെ, എപ്പോഴും അപ്പോൾ ഞങ്ങൾ തീരുമാനിക്കാമല്ലോ എന്തെങ്കിലും. ഇപ്പൊ ചുമ്മാ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലേ നടക്കുന്നത്. നമ്മളെ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഒരുപാട് മരണങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. ഞാൻ ഇതിനെ കണക്ട് ചെയ്യുന്നതല്ല, പൊതുവെ ചോദിക്കുന്നത്. അങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയത്തിൽ തെറ്റ് പറയാനും പറ്റില്ല. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ നിങ്ങളെ പറയുന്നതല്ല, എടുത്തു പറയാം. കാരണം കൊലപാതകങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന നമ്മുടെ നാടാണ്. അപ്പം ഒരാളെ കൊന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവർക്ക് സംശയങ്ങളാണ്, ജനങ്ങൾക്കും പോലീസിനും മൊത്തത്തോടെ. അപ്പം അങ്ങനെ സംശയിക്കുമ്പോൾ അതിന് ഒരു തരത്തിലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, സത്യസന്ധമായ കാര്യമാണെങ്കിൽ. അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ പേടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്ത് വന്നാലും അച്ഛന് വേണ്ടി നേരിടാം, ഒരു കുഴപ്പമില്ല എന്ന രീതിയിലാണ്? കാരണം ജനങ്ങളുടെ സംശയമാണ്, നമ്മൾ പറയുന്നതല്ല, ജനങ്ങളുടെ സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരുപാടുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കേൾക്കുന്നതല്ലേ, തീർച്ചയായിട്ടും നിങ്ങളും കേട്ടിട്ടുള്ളതാണ് ഇതിനു മുമ്പേയും. അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു തരാം. സാധാരണ ഇപ്പൊ പറയും പോലെയൊന്നും അല്ല കാര്യം. അച്ഛൻ കൊച്ചിലെ സന്യാസ ജീവിതമാണ്, അത് നേരിട്ട് അറിയാവുന്നതാണ്. സംശയമുണ്ടെങ്കിൽ മരുത്തുമലയിൽ ചെന്ന് ചോദിക്കാം കാര്യം, അയ്യാ വൈകുണ്ഠ ആശ്രമത്തിൽ ചോദിക്കാം കാര്യം. ഇന്നൊരു മീഡിയ ചാനലില് നമ്മുടെ നെയ്യാറ്റിൻകര കാര്യാലയത്തിലുള്ള പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെ നല്ലോണം അറിയാം. അച്ഛൻ എപ്പോഴും അവരെടുത്തിരുന്നാൽ ആശ്രമത്തിന്റെ കാര്യം മാത്രമാണ് പറയാറുള്ളത്. കാര്യം അവിടെ അച്ഛൻ മരുത്തമലയിൽ സമാധി ചടങ്ങിന് വരെ പോകുന്നുണ്ടായിരുന്നു. അച്ഛൻ കൊച്ചിലെ എന്താ പറയുക, ധ്യാനത്തിനൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. കല്യാണം കഴിഞ്ഞിട്ടും ധ്യാനത്തിനൊക്കെ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, എപ്പോഴും ശിവന്റെ അമ്പലമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുപോലെ ദേവിയുടെ അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക, ഇതിൽ നിന്നും മനസ്സിലാക്കാം അച്ഛൻ ശരിക്കും ഒരു സന്യാസിയാണെന്ന് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ അച്ഛൻ സ്വന്തമായിട്ട് പണിയുന്ന ക്ഷേത്രമാണത്, ശിവന്റെ അമ്പലം. ആദ്യത്തെ ശിവന്റെ അമ്പലം ഇതായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ക്ഷേത്രം പണിയതിനു ശേഷം ഇവിടുത്തെ പ്രതിഷ്ഠ എടുത്ത് അവിടെ ചെയ്തായിരുന്നു. നാട്ടിൽ ഞങ്ങൾ തെറ്റായിട്ടുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു സങ്കടം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു നമ്മുടെ മീഡിയ ചാനലിൽ ആ ഒരു ഭാഗം മാത്രമാണ് എടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. കാര്യം അങ്ങനെ നിൽക്കുന്നു, ഫോട്ടോ എടുത്തു വെച്ചിട്ട് ആൾക്കാർ ആരായാലും പേടിച്ചു പോകില്ലേ? ഒരു അച്ഛനെ ഇങ്ങനെയൊക്കെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ആരായാലും പേടിച്ചു പോകില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ. കാരണം ഇതിന്റെ ഒരു പ്രശ്നം പറഞ്ഞുതരാം. കാരണം ഇന്ന് ഇതിപ്പോ ന്യായമായ രീതിയിൽ, ദൈവികമായ രീതിയിൽ നിങ്ങൾ ചെയ്തു എന്ന് പറയുന്നു, ഓക്കെ. നാളെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് വേറൊരാൾ ഇതിനൊരു കൊലപാതകം ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ അതൊരു വലിയ ചോദ്യമല്ലേ? അപ്പൊ അതാണ് സാധാരണ ആൾക്കാർ ചോദിക്കുന്നത്. എന്റെ വീട്ടിൽ കൊണ്ടുവരണോ, അതിന് ഞാനങ്ങ് ചികിത്സിക്കാം എന്ന് തമാശയ്ക്ക് ആൾക്കാർ പറയുന്നു. അപ്പൊ അതൊരു വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിലോട്ട് കടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഈ ആൾക്കാരും ജനങ്ങളൊക്കെ എതിർക്കുന്നത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളത്? തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്നുണ്ട്.